ആർക്കു വേണ്ടിയാണ് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ? എന്ത് നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ മനുഷ്യരെ വെട്ടിനുറക്കുന്നത്? ഇരയാക്കപ്പെട്ടവന്റെ രക്തബന്ധങ്ങളുടെ കണ്ണീർ തുള്ളികൾ നിങ്ങളെ വേട്ടയാടാതിരിക്കുമോ? കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബങ്ങൾ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? നിങ്ങൾ മൂലം ഒറ്റപ്പെട്ടു പോയത് അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ജീവന് വേണ്ടി 15 മീറ്ററുകളോളം ഓടിയ കൃപേഷിനോട് നിങ്ങൾ ചെയ്ത ക്രൂരതയുണ്ടല്ലോ, അത് നിങ്ങളെ വേട്ടയാടുക തന്നെ ചെയ്യും. ശരത് ലാലിൻ്റെ ശരീരത്തിലെ 15 വെട്ടുകൾ കണക്ക് ചോദിക്കാതെ നിങ്ങൾ വിട്ടുപോകുമോ? ഒരു കൊലപാതകം കൊണ്ട് ഒരു പ്രത്യാശ്വാസത്തെ ഇല്ലാതാക്കാമായിരുന്നുവെങ്കിൽ ഈ രാജ്യത്ത് ഒരേ ഒരു രക്തസാക്ഷി മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. ഇന്നവർ, നാളെ നിങ്ങൾ. ഒരിക്കലും അവസാനിക്കില്ല ഈ കൊലപാതക രാഷ്ട്രീയം. നേട്ടമുണ്ടാകുമെന്ന് തോന്നുമെങ്കിലും വേട്ടയാടലിന് ഇരയാക്കപ്പെടുക മാത്രമാണ് ഈ ചെയ്തിക്കുള്ള ഏക പ്രതിഫലവും. നൊന്തുപറ്റ അമ്മയുണ്ടല്ലോ, മൃതദേഹത്തിനരികിൽ വാവിട്ട് കരിയുമ്പോൾ ഓർത്തു വെച്ചേക്കണം, ഇത് മാത്രമാണ് നിങ്ങൾക്കുള്ള ഏക സമ്പാദ്യവും. മകനില്ലാത്ത വീട്ടിൽ ആ അമ്മ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുണ്ടല്ലോ, അത് മാത്രമാണ് നിങ്ങളുടെ നേട്ടവും. മൂർച്ച കൂട്ടിയ വാളുകൊണ്ട് ശരീരത്തിനെ രണ്ടായി പിളർക്കാൻ ശേഷിയുള്ള നിങ്ങൾക്ക് ഹൃദയങ്ങളെ കൂട്ടിച്ചേർക്കാൻ സാധ്യമാകുന്നില്ലല്ലോ. നാടിനെയും നാട്ടുകാരെയും രക്തത്തെ കാണിച്ച് ഇതാണ് രാഷ്ട്രീയമെന്ന് പറയുന്നവർ അതേ രക്തത്തിൽ ഇല്ലാതായ ചരിത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. നിങ്ങൾ ആർക്ക് വേണ്ടി എല്ലാം ചെയ്തുവോ അവരുടെ 4 പരമ്പര ഇന്നും സുരക്ഷിതരാണ്. നിങ്ങളുടെ പരമ്പരകൾക്ക് ഓർത്തുവെക്കാൻ നിങ്ങളുടെ പേരിലുള്ള ഈ കൊലപാതകങ്ങൾ മാത്രമാണ് ഇന്നുള്ളത്. മരണപ്പെട്ട കൃപേഷിനും ശരത് ലാലിനും ആദരാഞ്ജലികൾ.